ഹെഡ്ലൈൻസ് BSc ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന PSc മുൻവർഷങ്ങളിൽ LGS പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങൾ, അതായത് 4-5 സെക്കൻഡുകൾ കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണിത്. ഓരോ ചോദ്യങ്ങളും വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങൾ കൃത്യമായി തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നോക്കിയേ, 1 മൈനസ് 2 മൈനസ് 4 മൈനസ് 8 മൈനസ് 16 മൈനസ് 32 സമം എത്രയാണ്? സിമ്പിൾ ആയിട്ട് പേന പോലും എടുക്കാൻ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എങ്ങനെയാണ് ഇത്? നിങ്ങൾ 3 കാര്യങ്ങൾ നോക്കണം. ഒന്നാമത്തെ കാര്യം, ഏത് സംഖ്യകളിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. എന്ത് ചെയ്യണം? ഏത് സംഖ്യകളിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. പക്ഷേ തുടർന്നുള്ള സംഖ്യകളെല്ലാം പകുതി വീതം കുറഞ്ഞു വരുന്നതായിരിക്കണം. എന്ത് ചെയ്യണം? ഏത് സംഖ്യയിലും തുടങ്ങാം, പകുതി വീതം കുറഞ്ഞു വരണം. അതായത് ഇവിടെ നോക്കിയേ, 1 തുടങ്ങി, 1ന്റെ പകുതിയല്ലേ 2-1, 2-1ന്റെ പകുതിയല്ലേ 4-1, 4-1ന്റെ പകുതി 8-1, 8-1ന്റെ പകുതി 16-1, 16-1ന്റെ പകുതി 32-1. ഈ 2 കണ്ടീഷനും ഓക്കെയാണ്. ഏത് സംഖ്യയിലും തുടങ്ങാം, പകുതി വീതം കുറഞ്ഞു വരുന്നു. ചിഹ്നം മൈനസ് ആയിരിക്കണം. എന്ത് ചെയ്യണം? ചിഹ്നം എല്ലായിടത്തും മൈനസ് ആണോ എന്ന് കൂടി നോക്കണം. ആണല്ലോ. പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, അവസാനത്തെ ഭിന്നം എങ്ങെടുക്കുക. എന്താണ്? 32-1. ഓക്കെ, അതങ്ങ് എഴുതി വെക്കുക. നമ്മുടെ ആൻസർ ആയി. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ ഈ 3 കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഏത് സംഖ്യയിലും തുടങ്ങാം, പക്ഷെ പകുതി വീതം കുറഞ്ഞു വരണം, ചിഹ്നം മൈനസ് ആയിരിക്കണം. ഓക്കെ ആണ്. ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയേ? എങ്കിൽ ദാണ്ട പിടിച്ചു രണ്ടാമത്തെ ചോദ്യം. 2-1 അധികം 4-1 അധികം 8-1 അധികം 16-1 അധികം 32-1 സമം എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്ത കണക്കുമായിട്ടൊരു സാമ്യമുണ്ട് അല്ലേ? അവിടെ എന്തായിരുന്നു? അവിടെ എല്ലായിടത്തും മൈനസ് ചിഹ്നമായിരിക്കുന്നു. പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അവിടെ ഏത് സംഖ്യയിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാമായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 2-1 തുടങ്ങണം. എന്ത് ചെയ്യണം? 2-1 തന്നെ തുടങ്ങണം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പഠിച്ചേ. പിന്നെ എന്ത് ചെയ്യണം? പകുതി വീതം കൂടി വരുന്ന ഭിന്നസംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യണം? 2-1 തന്നെ തുടങ്ങണം. പകുതി വീതം കൂടി വരുന്ന ഭിന്നസംഖ്യയാണെങ്കിൽ നോക്കിയേ, 2-1ന്റെ പകുതി 4-1 കൂടി വരികയല്ലേ? 4-1ന്റെ പകുതി 8-1, അതിന്റെ പകുതി 16-1, അതിന്റെ പകുതി 32-1. ഓക്കെ ആണോ? അപ്പോൾ എന്തായാലും നമ്മുടെ 2 കണ്ടീഷനും ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്തറിയോ? അവസാനത്തെ ഭിന്നം എങ്ങെടുക്കുക, അതിന്റെ ഛേദം മാത്രം എടുക്കണം. എന്ത് ചെയ്യണം? അവസാന ഭിന്നത്തിന്റെ ഛേദം മാത്രം എടുക്കുക. അതായത് ഇവിടെ 32-1 അല്ലേ? ഛേദം ഏതാണ്? 32 ആണ്. അതിനെ എങ്ങനെ എഴുതി വെക്കുക. അതിനുശേഷം അംശത്തിൽ 1 അല്ല ഇടേണ്ടത്. എന്ത് ചെയ്യണം? നിങ്ങൾ ഈ 32 അല്ലേ ഛേദം, അതിൽ നിന്നും 1 കുറച്ച് മുകളിൽ എഴുതുക. എന്ത് ചെയ്യണം? അതിൽ നിന്നും, ഛേദത്തിൽ നിന്നും 1 കുറച്ച് മുകളിൽ എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി. അതായത് മുകളിൽ എത്ര വരും? 32 1 കുറച്ചാൽ 31. അതായത് നമ്മുടെ ആൻസർ എന്താ ഇവിടെ? 32-ൽ 31. ഇനി താണ്ട് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് 16-ൽ 1 വരെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഇട്ടു ആൻസർ? അതായത് 2-1 തുടങ്ങുന്നു, പകുതി വീതം കൂടി വരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ആൻസർ കിട്ടാൻ അവസാനത്തെ ഭിന്നം എങ്ങെടുക്കുന്നു? 16. അതിന്റെ ഛേദം മാത്രം മതി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് 1 കുറച്ച് മുകളിൽ എഴുതുന്നു. അതായത് മുകളിൽ അംശത്തിൽ എത്ര വരും? 15. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ ഈ 2 രീതിയിൽ വന്നാൽ നിങ്ങൾ തെറ്റിക്കരുത്. ഒന്നാമത്തേനകത്ത് ഏത് സംഖ്യയിലും തുടങ്ങാം, പകുതി വീതം കുറഞ്ഞു വരണമെന്നേ ഉള്ളൂ, മൈനസ് ചിഹ്നമായിരിക്കണം. രണ്ടാമത്തേതിൽ 2-1 തന്നെ തുടങ്ങണം, പകുതി വീതം കൂടി വരുന്ന ഭിന്നസംഖ്യകളായിരിക്കണം. ഓക്കെയാണേ? രണ്ടും തെറ്റിപ്പോകത്തില്ലല്ലോ. എങ്കിൽ ഇതാണ് മൂന്നാമത്തെ ചോദ്യം. പിടിച്ചോ. 6-1 അധികം 12-1 അധികം 20-1 അധികം 30-1 അധികം 42-1 അധികം 56-1 സമം എത്രയാണ്? സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് പോലെയാണോ ഇത്? അല്ല. അവിടെ നമ്മൾ 2-1 തുടങ്ങുന്നു, പകുതി വീതം കൂടി വരുന്നു അല്ലേ? പിന്നെ അല്ലെങ്കിൽ എന്താ? ഏതെങ്കിലും ഒരു സംഖ്യയിൽ തുടങ്ങുന്നു, അതിന്റെ പകുതി വീതം കുറഞ്ഞു വരുന്നു. ഇവിടെ പകുതി വീതം ഒന്നും അല്ലല്ലോ ഇവിടെ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. അല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തറിയോ? ഈ ടൈപ്പ് ചോദ്യം PSc ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരിട്ട് ലസാവ് കണ്ടെത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഭിന്നസംഖ്യകൾ ഓരോന്നും എടുത്ത് കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയുടെ സമയം പോകും. നിങ്ങൾ അതിലേക്ക് പോകരുത്. നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക. നിങ്ങൾ ഈ താഴെയുള്ള ഛേദത്തിലെ സംഖ്യകളില്ലേ, അത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നോക്കണം. സാധാരണ രീതിയിൽ ഇതേ ടൈപ്പ് ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ ഈ 6 എന്നുള്ള സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 2 ഗുണം 3 എന്ന് പറഞ്ഞാൽ 6 അല്ലേ കിട്ടുന്നത്? ആണ്. അതേപോലെ തന്നെ 3 ഗുണം 4 ആണെങ്കിലോ 12 കിട്ടും അല്ലേ? അപ്പൊ താണ്ട 4 ഗുണം 5 ആണെങ്കിലോ 20 കിട്ടും. 5 ഗുണം 6 ആണെങ്കിലോ
30 കിട്ടും. 6 ഗുണം 7 ആണെങ്കിലോ 42 കിട്ടും. 7 ഗുണം 8 ആണെങ്കിൽ 56 കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണോ നമ്മുടെ ചോദ്യം എന്ന് നോക്കുക. ഈ ചോദ്യം ചോദിച്ചാൽ ഇതേ രീതിയിലുള്ള ചോദ്യമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 ഗുണം 3, 3 ഗുണം 4, 4 ഗുണം 5, 5 ഗുണം 6, 6 ഗുണം 7, 7 ഗുണം 8. ഈ ഒരു പാറ്റേണിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? ഈ ആദ്യമുള്ള സംഖ്യയെ നിങ്ങൾ എടുക്കണം, അവസാനമുള്ള സംഖ്യയെ നിങ്ങൾ എടുക്കുക. അതായത് 2നെയും 8നെയും നമുക്ക് എടുക്കാം അല്ലേ. അതായത് ഇവിടെ ആദ്യത്തെ സംഖ്യ 2 ആണ്, ഇവിടെ അവസാനത്തെ സംഖ്യ 8 ആണ്. അതിന് നിങ്ങൾ എങ്ങനെ എഴുതണമെന്നറിയോ? 2-1 എന്ന് എഴുതണം. ഇവിടെ 2 നമ്മൾ എടുത്തത്, അതിനെ 2-1 എഴുതണം. ഇവിടെ 8-1 എഴുതണം. എന്ത് ചെയ്യണം? 2-1 എഴുതണം, 8-1 എഴുതണം. ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായേ? ആദ്യത്തെ അവസാനത്തെ സംഖ്യ എടുത്തിട്ട് അംശത്തിൽ എന്ത് ചെയ്തു? 1 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അവ തമ്മിൽ നിങ്ങൾ അങ്ങ് കുറയ്ക്കണം. എന്ത് ചെയ്യണം? അവ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇപ്പൊ 2 ഭിന്നസംഖ്യകൾ, വ്യത്യസ്ത ഛേദമുള്ള 2 ഭിന്നസംഖ്യകൾ എങ്ങനെയാ കുറയ്ക്കുന്നത്? അതായത് നമുക്ക് എളുപ്പവഴി എന്ത് ചെയ്യാം? ഇങ്ങനെ ഗുണിക്കാതെ അല്ലേ, 8 2 16. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ഇങ്ങനെ ഗുണിക്കുന്നു അല്ലേ. അതായത് 1 8 മൈനസ് 2 1 2, നമുക്ക് എത്ര കിട്ടും? 16-ൽ 6 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ചെറുതാക്കിക്കൂടെ? ഹരിച്ച് ചെറുതാക്കിക്കൂടെ? അതായത് 3 2 6, 8 2 16. അതായത് നമ്മുടെ ആൻസർ ആയി 8-ൽ 3. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? അപ്പം നിങ്ങൾ എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമുക്ക് തന്നിരിക്കുന്ന ഈ ഭിന്നസംഖ്യയിൽ ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കണം. അത് ഈ രീതിയിലാണോ എന്ന് നോക്കണം. അതായത് 2 ഗുണം 3, 3 ഗുണം 4, 4 ഗുണം 5 ആ രീതിയിലാണോ പോകുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട, ആദ്യത്തെ സംഖ്യ ഇങ്ങ് എടുക്കുക. നമ്മളിങ്ങനെ ഗുണിച്ചെഴുതത്തില്ലേ, അതിൽ ആദ്യത്തെ സംഖ്യ എടുക്കുക, അവസാനത്തെ സംഖ്യ എടുക്കുക, 2ന്റെ അംശത്തിൽ 1 ഇട്ടിട്ട് എന്ത് ചെയ്യുക? തമ്മിൽ അങ്ങ് കുറയ്ക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? 4 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ക്ലിയർ? ഓക്കെ ആണേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. LGS പരീക്ഷകളിൽ ധാരാളം തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യവുമാണ്. നോക്കിയേ, ക്യൂബ് റൂട്ട് ഓഫ് 4⁻15 സമം എത്രയാണ്? എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 4⁻15 എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ഫോർത്ത് റൂട്ട് ഓഫ് 9⁻16 എത്രയാണ്? ഫോർത്ത് റൂട്ട് ഓഫ് 9⁻16 എത്രയാണ്? അതായത് കാണുമ്പോഴേ നമ്മൾ ഇട്ടിട്ട് പോവുമോ? നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താം. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ റൂട്ടിനുള്ളിലുള്ള സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ നിങ്ങൾ ആദ്യം ഇങ്ങ് എടുക്കുക. അതായത് ഇവിടെ എത്രയാണ്? ഒന്നാമത്തെ ചോദ്യത്തിൽ സംഖ്യ ഏതാ റൂട്ടിനുള്ളിലുള്ളത്? 4 ആണ്. ആ സംഖ്യ മാത്രം നിങ്ങൾ അങ്ങ് എടുക്കുക. ഓക്കെ ആണോ? ഇനി നോക്കേണ്ടത് 4⁻15 അല്ലേ? ഈ 15നെ നിങ്ങൾ അങ്ങ് എടുക്കുക, അതിനെ ഈ 3 കൊണ്ട് അങ്ങ് ഹരിക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്താണ്? 4⁻15 ആണ്. അതിനെ 4നെയും എടുക്കുന്നു. അതിനുശേഷം ഈ ⁻15 എന്നുള്ള സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തുള്ള ഈ സംഖ്യ കൊണ്ട് അങ്ങ് ഹരിക്കുക. അതായത് 15 ഹരണം 3, 15 ഡിവൈഡഡ് 3 എത്രയാണ്? 5 3 അല്ലേ 15 ആണ് നമ്മുടെ ആൻസറായി. അതായത് 4⁻5. സിമ്പിൾ അല്ലേ? ഇതിനൊക്കെ വല്ല സമയം നമുക്ക് വേണോ? വേണ്ട. അതുകൊണ്ട് അടുത്ത ചോദ്യം നോക്കിയേ, ഫോർത്ത് റൂട്ട് ഓഫ് 9⁻16 സമം എത്രയാണ്? നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ആ ക്യൂബ് റൂട്ടിനുള്ളിലെ സംഖ്യ ഇങ്ങ് എടുക്കുക. എത്രയാണ്? 9 ആണ്. അതിനുശേഷം അതിനോടൊപ്പം 9⁻16 അല്ലേ, ആ 16നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 4 കൊണ്ട് അങ്ങ് ഹരിക്കണം. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? നമുക്ക് 4 തന്നെ കിട്ടും. നമ്മുടെ ആൻസറായി 9⁻4. സിമ്പിൾ അല്ലേ? ഇനി പറയണ്ടല്ലോ, ആദ്യത്തെ 40 ഒറ്റസംഖ്യകളുടെ തുകയും അടുത്ത 40 ഒറ്റസംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ചോദ്യം എന്താ? ആദ്യത്തെ 40 ഒറ്റസംഖ്യകളുടെ തുകയും അടുത്ത 40 ഒറ്റസംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? PSC പലതവണ ആവർത്തിച്ചൊരു ചോദ്യമാണ്. ഇനിയും ഈ ചോദ്യം ആവർത്തിക്കും. കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ആദ്യത്തെ ഇത്ര ഒറ്റസംഖ്യകളുടെ തുകയും അടുത്ത ഇത്ര ഒറ്റസംഖ്യയിലെ തുകയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? എത്രയാണോ സംഖ്യകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അതായത് ആദ്യത്തെ 40 ഒറ്റസംഖ്യയിലെ തുകയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ആ 40 ഇങ്ങ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ നിങ്ങൾ അങ്ങ് എടുക്കുക. എന്ത് ചെയ്യേണ്ടേ? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ നമ്മുടെ ചോദ്യത്തിൽ എത്ര ഒറ്റസംഖ്യയുടെ കാര്യമാണോ പറയുന്നത്, ആ സംഖ്യ ഇങ്ങ് എടുക്കുക. ഇവിടെ ആദ്യത്തെ 40 ഒറ്റസംഖ്യയുടെ തുക എന്നല്ലേ, ആ 40നെ ഇങ്ങ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 40 ഗുണം 40, അതായത് 4 4 16 ആണ്. പിന്നെ 2 0 കൂടി വരും അല്ലേ, അതായത് 1600 എന്ന് കിട്ടും. ഇതല്ല നമ്മളെ ആൻസർ. ഇനി എന്തുകൂടി ചെയ്താൽ മതി? ഇതിൻ്റെ ഇരട്ടി അങ്ങ് എടുത്ത് വെച്ചാൽ മതി. അതായത് 1600ന്റെ ഇരട്ടി എത്രയാണ്? 1600 കൂടെ 1600 കൂടെ കൂട്ടണം അല്ലേ, നമുക്ക് എത്ര കിട്ടൂടെ? 3200 എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ ആൻസർ എന്താ? നമ്മുടെ 3200 ആണ്.
സിമ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യയിലെ തുകയും അടുത്ത ഇത്ര ഒറ്റ സംഖ്യയിലെ തുകയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നമ്മൾ എത്ര ഒറ്റ സംഖ്യയുടെ കാര്യമാണോ ചോദ്യത്തിൽ പറയുന്നത് ആ സംഖ്യ അങ്ങ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഇരട്ടി അങ്ങ് എടുക്കുക. സിമ്പിൾ. അല്ലെങ്കിൽ ഇതിനെ രണ്ടുകൊണ്ടും ഗുണിച്ചാലും മതി. ഇതിപ്പോൾ നമ്മൾ കൂട്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. എത്ര കിട്ടും? നമുക്ക് 3200 കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? എങ്കിൽ ദാണ്ട പിടിച്ചു അടുത്ത ചോദ്യം. രാജു ഒരു വരിയിൽ മുന്നിൽ നിന്നും 14-മതും പിന്നിൽ നിന്നും 16-മതുമാണെങ്കിൽ ആകെ എത്ര പേര് ആ വരിയിലുണ്ട്? ചോദ്യം എന്താ? രാജു ഒരു വരിയിൽ മുന്നിൽ നിന്നും 14-മതും പിന്നിൽ നിന്നും 16-മതുമാണെങ്കിൽ ആകെ എത്ര പേർ ആ വരിയിലുണ്ട്? സിമ്പിളായിട്ട് കണ്ടെത്താം. ഇങ്ങനെ ഒരു വരിയിൽ ഒരാളുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനങ്ങൾ നമുക്ക് തന്നിട്ട് ആകെ എണ്ണം, വരിയിലെ ആകെ എണ്ണം ചോദിച്ചാൽ നമുക്കറിയാം ആകെ എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടാനാണെന്ന് അറിയത്തില്ലേ? അറിയാം. എങ്കിൽ ഈ രണ്ട് സ്ഥാനം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള രണ്ട് സംഖ്യകളില്ലേ, ആ രണ്ട് സംഖ്യകൾ നിങ്ങൾ ആദ്യം അങ്ങ് കൂട്ടുക. ദാ മുന്നിൽ നിന്നും 14-മതാണ്, പിന്നിൽ നിന്നും 16-മതാണ്. അവ തമ്മിൽ ആദ്യം അങ്ങ് കൂട്ടുക. എന്ത് ചെയ്യണം? 14ഉം 16ഉം എത്ര കിട്ടൂടെ? നമുക്ക് 30 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ എന്തുകൂടി ചെയ്താൽ മതി? നമുക്ക് ഇങ്ങനെ കൂട്ടി കിട്ടുന്നതിൽ നിന്നും ഒന്നുകൂടി അങ്ങ് കുറച്ച് വെക്കണം. നമ്മുടെ ആൻസറായി. അതായത് 30ൽ നിന്ന് 1 കുറച്ചാൽ 29 എന്ന് കിട്ടും. അതായത് അവിടെ ആകെ എത്ര പേരുണ്ട് ആ വരിയിൽ? 29 പേരുണ്ട്. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഒരു വരിയിൽ ഒരാളുടെ മുന്നിൽ നിന്നുമുള്ള സ്ഥാനവും പിന്നിൽ നിന്നുള്ള സ്ഥാനവും തന്നിട്ട് ആകെ ആ വരിയിലെ എണ്ണം ചോദിച്ചാൽ ആ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും 1 കുറയ്ക്കുക. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആകെ എണ്ണം ചോദിച്ചാൽ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. എന്ത് ചെയ്യണം? ആകെ എണ്ണം ചോദിച്ചാൽ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. മാറിപ്പോകത്തില്ലല്ലോ. ദാ ഒരാൾ ഒരു വരിയിൽ മുന്നിൽ നിന്നും 5-മതും പിന്നിൽ നിന്നും 9-മതുമാണെങ്കിൽ ആകെ എത്ര പേര് വരിയിലുണ്ടെന്ന് ചോദിച്ചാൽ ആകെ എണ്ണമല്ലേ കണ്ടുപിടിക്കണ്ടേ? ആദ്യം തമ്മിൽ അങ്ങ് കൂട്ടണം. 9 1 10 4 നമുക്ക് 14 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? അതിൽ നിന്ന് 1 കുറയ്ക്കണം. കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. അതായത് അവിടെ ആകെ എത്ര പേരുണ്ട്? 13 പേരുണ്ട്. ക്ലിയർ ആയേ? ഇനി പറയണ്ടല്ലോ. ഇനി ദാണ്ട അടുത്ത ചോദ്യം പിടിച്ചോ. ആകെ 40 പേര് ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് പട്ടികയിൽ അശ്വതി മുന്നിൽ നിന്നും 17-മതാണ് എങ്കിൽ പിന്നിൽ നിന്നും എത്രാമതാണ്? ചോദ്യം എന്താ? ആകെ 40 പേരുള്ള ഒരു റാങ്ക് പട്ടികയിൽ അശ്വതി മുന്നിൽ നിന്നും 17-മതാണെങ്കിൽ പിന്നിൽ നിന്നും എത്രാമതാണ്? നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം എന്തായിരുന്നു? അവിടെ രണ്ട് സൈഡിൽ നിന്നുള്ള എണ്ണം നമുക്ക് തരും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആകെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ആകെ എണ്ണവും ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള സ്ഥാനവും മാത്രമേ നമുക്ക് തരികയുള്ളൂ. മറുഭാഗത്തു നിന്നുള്ള സ്ഥാനം എത്രാമതാണെന്ന് കണ്ടെത്തണം. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങ് ചെയ്താൽ മതി. അവിടെ നമ്മൾ ചെയ്തത് കൂട്ടിയിട്ടൊന്ന് കുറച്ചു അല്ലേ? ഇവിടെ നിങ്ങൾ നേരെ തിരിച്ച് ചെയ്യണം. കുറച്ചിട്ടൊന്ന് കൂട്ടണം. സിമ്പിൾ. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിലെയാണ് കണ്ടെത്തേണ്ടതെങ്കിൽ കുറച്ചിട്ടൊന്ന് കൂട്ടണം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആകെ 40 പേരുണ്ട്. ഓക്കെ. ഇനി അശ്വതി മുന്നിൽ നിന്നും 17-മതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറച്ചിട്ട് എന്ത് ചെയ്യണം? കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 1 കൂട്ടണം. 40ൽ നിന്നും 17 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 23 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഒന്നുകൂടി കൂട്ടി വെച്ചാൽ നമ്മുടെ ആൻസറായി. അതായത് അശ്വതി പിന്നിൽ നിന്നും എത്രാമതാണ്? 24-മതാണ്. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ ആകെ എണ്ണം ചോദിച്ചാൽ കൂട്ടിയിട്ടൊന്ന് കുറയ്ക്കണം. ആകെ എണ്ണവും ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള സ്ഥാനവും തന്നിട്ട് മറുഭാഗത്തുള്ള സ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ചിട്ടൊന്ന് കൂട്ടണം. കുറച്ചിട്ടൊന്ന് കൂട്ടണം. സിമ്പിളാണ്. ഓക്കെ ആണ്. മറന്നു പോകത്തില്ലേ? ഇതാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നോക്കിയേ. ഒരു സാധനത്തിന് 10%, 40% എന്നിങ്ങനെ തുടർച്ചയായ കിഴിവുകൾക്ക് തുല്യമായ കിഴിവ് എത്ര ശതമാനം? ചോദ്യം എന്താ? ഒരു സാധനത്തിൻ്റെ 10%, 40% എന്നീ തുടർച്ചയായ കിഴിവുകൾക്ക് തുല്യമായ കിഴിവ് എത്ര ശതമാനം? ഓക്കെ ആണോ? ചോദ്യം മനസ്സിലായേ? ഈ ചോദ്യവും ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. സിമ്പിളാണ് കണ്ടെത്താൻ. ഇവിടെ സാധനത്തിൻ്റെ വില നമുക്കറിയത്തില്ല. അറിയാവോ? അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാധനത്തിൻ്റെ വില 100 എന്നങ്ങ് എടുക്കണം. എന്ത് ചെയ്യണം? സാധനത്തിൻ്റെ വില 100 എന്ന് എടുത്തു. ഇനി ആദ്യം എത്ര ശതമാനം കിഴിവാണ് കൊടുത്തത്? കിഴിവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വില കുറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? 10% വില കുറച്ചു ആദ്യം അല്ലേ? അതായത് 100 രൂപയുടെ സാധനത്തിൻ്റെ 10% കുറച്ചെന്ന് പറഞ്ഞാൽ 100ൻ്റെ 10% എത്രയാണ്? നമുക്കറിയാം 100ൻ്റെ 10% 10 അല്ലേ? അതായത് 10 രൂപയാണ് അവിടെ കുറച്ചത്. ശരിയല്ലേ? ആണ്. 100ൻ്റെ 10% 10 അല്ലേ? ആണ്. അപ്പോൾ 10 രൂപ കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടും? നമുക്ക് ശതമാനമായിട്ട് നമ്മൾ എപ്പോഴും 100ൽ എഴുതുക. 100ൽ 10 അങ്ങ് കുറച്ചാൽ 90 രൂപയായി.
ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കിയേ 100 രൂപയുടെ സ്ഥാനം 10% കുറച്ചപ്പോൾ ഇപ്പോൾ 100ൽ 90 ഓക്കെ. വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു 40% കുറയ്ക്കുന്നു. എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു 40% കുറയ്ക്കുന്നു. നമുക്കറിയാം അപ്പോഴും ശതമാനത്തിലാകുമ്പോൾ എപ്പോഴും നമ്മൾ 100ലായിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 100ൽ 40%, 100ന്റെ 40% നമുക്കറിയാം എത്രയാണ്? 40 ആണ് അല്ലേ? അതായത് 40 രൂപ വീണ്ടും അവിടെ കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ 100ൽ നിന്ന് 40 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 100ൽ 60 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ശതമാനത്തിലായതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 100ൽ തന്നെ എഴുതണം. ഓർത്തിരിക്കുക, ഇവിടെ ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയേ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പൂജ്യങ്ങളെല്ലാം വെട്ടിക്കളയാം. ഈ 2 പൂജ്യം തന്നെ ഈ 2 പൂജ്യം നമുക്ക് വെട്ടിക്കളയാം. ഈ ഓരോ പൂജ്യങ്ങൾ നമുക്ക് ഇങ്ങനെ അങ്ങ് വെട്ടിക്കളയാം. ഓക്കെ, ഇനി 9 ഗുണം 6 മാത്രമേ അല്ലേ ഉള്ളൂ ഇവിടെ. 9 6 54. പക്ഷെ ഇതല്ല നമ്മുടെ ആൻസർ. ഇത് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ആൻസർ വെച്ച് കറപ്പിക്കും. ഉറപ്പായിട്ടും ഇത് ഓപ്ഷനിൽ ഉണ്ടാവും. ഇവിടെ നമുക്ക് കിട്ടിയ ഈ 54 എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 100 രൂപയുള്ള സാധനം 2 തവണ വില കുറച്ചതിന് ശേഷം ഇപ്പോൾ എത്ര രൂപയായിട്ട് മാറി? 54 രൂപയായിട്ട് മാറി. ആ 54 രൂപയല്ലേ നമുക്കിവിടെ കിട്ടിയത്, ശരിയല്ലേ? 100 രൂപയുടെ സാധനം ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 54 രൂപയായിട്ട് മാറി. ഓക്കെ, അപ്പോൾ എത്ര ശതമാനം അവിടെ കുറവ് സംഭവിച്ചെന്ന് എങ്ങനെ കണ്ടെത്താം? അതായത് 100%-ൽ നിന്നും ഈ 100ൽ നിന്നും 54 അങ്ങ് കുറയ്ക്കുക. നമുക്ക് എത്ര കിട്ടും? 46 എന്ന് കിട്ടും. അതായത് 46% ഇവിടെ ആകെ കിഴിവ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോടെ? ഇവിടെ നമുക്ക് കിട്ടിയ 57 എന്ന് പറയുന്നത് 100 രൂപയുടെ സാധനം കിഴിവുകൾ നൽകിയതിന് ശേഷം 54 രൂപയായിട്ട് മാറി. അവിടെ എത്ര ശതമാനം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ 100ൽ നിന്നും 54 കുറയ്ക്കുകയോ, ബാക്കി 46% ഇവിടെ കുറഞ്ഞത്. വ്യക്തമായിട്ട് മനസ്സിലായോ? 100 രൂപയുടെ ഒരു സാധനം. ഓക്കെ, അതിൻ്റെ 100ന്റെ 46% എത്രയാ? 100ന്റെ 46% 46 തന്നെയല്ലേ ആണ്. അപ്പോൾ 100ന് 46 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 54 തന്നെ കിട്ടത്തില്ലേ? ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മുടെ ആൻസർ എന്താ ഇവിടെ? 46%. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്? ഒരു കബഡി ടീമിലെ 7 അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? ചോദ്യം എന്താ? ഒരു കബഡി ടീമിലെ 7 അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം. ഇത് നമ്മുടെ മനസ്സിൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. അതായത് ഒരു ടീമിലെ അംഗങ്ങളാണ് പരസ്പരം ഹസ്തദാനം നടക്കുന്നതെങ്കിൽ എന്താണ്? ഒരു ടീമിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടത്തുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എത്ര അംഗങ്ങളാണ് ഒരു ടീമിലുള്ളത്? 7 അംഗങ്ങളാണുള്ളത് അല്ലേ? ആ 7ൽ നിന്നും 1 കുറയ്ക്കുക, അല്ലെങ്കിൽ 7ന് തൊട്ട് മുന്നിലുള്ള സംഖ്യ നിങ്ങൾ അങ്ങ് എടുക്കുക. ഓക്കെ, ഒരു ടീമിൽ ഇപ്പോൾ 10 അംഗങ്ങളുണ്ട്. 10ന് തൊട്ട് മുന്നിലുള്ള സംഖ്യ ഏതാണ്? 9 ആണ്. അതേപോലെ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ 7 അംഗങ്ങളാണ് ഒരു കബഡി ടീമിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പിലുള്ള സംഖ്യ എടുക്കുക. എത്രയാണ്? 6. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? തമ്മിലങ്ങ് ഗുണിക്കുക. എന്ത് ചെയ്യണം? അവ തമ്മിലങ്ങ് ഗുണിക്കുക. എന്ന് പറഞ്ഞാൽ 6 ഗുണം 7 നമുക്കറിയാം എത്രയാണ്? 42. ഓക്കെ, അതിൻ്റെ പകുതി അങ്ങ് എടുത്തു വെച്ചാൽ നമ്മുടെ ആൻസറായി. അതായത് 42ന്റെ പകുതി എത്രയാണ്? 21. സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദാണ്ട് ഇതേപോലെ ഈ ചോദ്യം കൂടി ചെയ്തേ. ഏതോ ഒരു ടീം, കബഡി ടീമല്ല, ഏതോ ഒരു ടീം 10 അംഗങ്ങളുള്ള ഒരു ടീം. ഓക്കെ, 10 അംഗങ്ങളുള്ള ഒരു ടീമിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? നമ്മൾ എന്ത് ചെയ്യുന്നു? 10 അംഗങ്ങളാണ് ടീമിലുള്ളത്. അതിന് തൊട്ടു മുന്നിലുള്ള സംഖ്യ എത്രയാണ്? 9. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പരസ്പരം അങ്ങ് ഗുണിക്കുന്നു. അതായത് 10 ഗുണം 9 നമുക്ക് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതിൻ്റെ പകുതി അങ്ങ് എടുക്കണം. എന്ന് പറഞ്ഞാൽ 90ന്റെ പകുതി നമുക്ക് എത്ര കിട്ടും? ഇവിടെ 45 ഹസ്തദാനം നടക്കും. സിമ്പിൾ അല്ലേ? അതായത് നമ്മുടെ ഈ ചോദ്യത്തിലെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായേ? ഒരു ടീമിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? എങ്കിൽ ദാണ്ട് അടുത്ത ഒരു ടൈപ്പ് നോക്കിയേ. 2 കബഡി ടീമിലെ 7 അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? ചോദ്യം എന്താ? 2 കബഡി ടീമിലെ 7 അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നേരത്തെ നമ്മൾ ചെയ്തത് ഒരു ടീമിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടക്കുന്ന കാര്യമായിരുന്നു അല്ലേ? ഇവിടെ 2 ടീമിലെ 7 അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടക്കുന്നല്ലേ ചോദ്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്ര അംഗങ്ങളാണോ നമ്മുടെ ടീമിലുള്ളത് അതിൻ്റെ സ്ക്വയർ അങ്ങ് എടുത്തു വെച്ചാൽ നമ്മുടെ ആൻസറായി. സിമ്പിൾ അല്ലേ? അതായത് ഇവിടെ 7 അംഗങ്ങളല്ലേ ഒരു ടീമിലുള്ളത്, അതിൻ്റെ സ്ക്വയർ അങ്ങ് എടുക്കുക. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 ഗുണം 7 49 ഹസ്തദാനങ്ങൾ അവിടെ നടക്കും.
സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ 2 ടീമിലെ അംഗങ്ങൾ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ എത്ര എന്ന് ചോദിച്ചാൽ അത് എത്ര എണ്ണമാണോ ടീമിലുള്ളത് അതിൻ്റെ സ്ക്വയർ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. എങ്കിൽ ഒരു ടീമിലെ അംഗങ്ങളാണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ആദ്യം ആ അംഗങ്ങളുടെ എണ്ണം എഴുതുന്നു, അതിൽ നിന്ന് 1 കുറച്ചിട്ട് ആ സംഖ്യ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു, ഗുണിച്ച് കിട്ടിയ ഉത്തരത്തിൻ്റെ പകുതി എടുത്ത് വെക്കുന്നു. ഓക്കെ ആണോ? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, വളരെ കുറച്ച് സമയം മതി. ക്ലിയർ അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടായിട്ട് തോന്നുന്നതാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ ആണേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഓരോ ചോദ്യങ്ങളും കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കുവാനുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളുമായി വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്